ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒരിക്കലും ഒരു റോങ് പേഴ്സൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ആക്സിഡൻ്റലി റിലേഷൻഷിപ്പിലാവില്ല. ചില ഫെമിലിയർ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, പാറ്റേൺസ്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ്, അതുപോലെ തന്നെ അൺഹീൽഡ് ആയിട്ടുള്ള ചില മുറിവുകൾ, ഇതെല്ലാമാണ് നമ്മളെ വീണ്ടും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വൈ വി ഫാൾ ഫോർ ദ റോങ് പേഴ്സൺ അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫെമിലിയർ ആയി തോന്നുന്ന ചില പെയിനുകളെ നമ്മൾ നോർമലൈസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുന്നേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പിലുള്ള ആള് നമ്മളോട് പെരുമാറിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില വേർഡ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനോട് അറ്റാച്ച്മെന്റ് കാണിക്കുന്ന, അതായത് സബ് കോൺഷ്യസ്ലി ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പുകളും അതേപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളും. ഇപ്പൊ നമ്മുടെ പാസ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലെ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു മെൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ആയിരിക്കും. അപ്പോൾ ആള് കുറച്ച് റൂഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർ കുറച്ച് ഇൻകൺസിസ്റ്റൻസി കാണിക്കുന്ന, ഡിസ്റ്റൻസ് ഇടുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, ഒരു മെന്നിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവുമ്പോൾ അത് വളരെ നോർമൽ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. കാം ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പാസ്റ്റിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ഇമേജ് ഉണ്ടാവും, എന്താണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മെന്ന് ഏത് തരത്തിലുള്ള സ്വഭാവമാണ് കാണിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു മുൻവിധി നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാമായിട്ടും സ്റ്റേബിൾ ആയിട്ടും നമുക്ക് ഇഷ്ടംപോലെ ടൈം തരുന്ന, നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന, അത്തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് മാൻ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരിക്കലും അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇവരുടെ അടുത്ത് അട്രാക്ഷൻ തോന്നുന്നില്ല, നമുക്ക് ഇവരുടെ അടുത്ത് ഒരു സ്പാർക്ക് തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് നമുക്ക് കുഴപ്പമുണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുന്ന ഒരു പ്രവണതയും കാണിക്കാറുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഒരു ചേസിങ് മെന്റാലിറ്റിയാണ് അവർക്ക് ഉണ്ടാവുക. അവർക്ക് വേണ്ട ലവിനെ അവർ ഒരുപാട് എഫേർട്ട് ഇട്ട്, കുറേ എഫേർട്ട് കൊടുത്ത് ഒരിത്തിരി സ്നേഹം കിട്ടുമ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആവുന്ന, സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് നേച്ചറാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാൻ, നമ്മളെ കെയർ ചെയ്യുന്ന, നമുക്ക് സർവീസ് ചെയ്യുന്ന, നമുക്ക് അറ്റൻഷൻ തരുന്ന ഒരു മാനെ അവർക്ക് ബോറിംഗ് ആയിട്ടാണ് എപ്പോഴും തോന്നുക. അങ്ങനത്തെ ആളുകളെ അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പാറ്റേൺ ലൂപ്പിനെ കുറിച്ചിട്ടാണ്. ഈ ലൂപ്പിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളോട് വളരെ വലിയ രീതിയിലുള്ള അട്രാക്ഷൻ നമുക്ക് തോന്നുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒട്ടും അറ്റൻഷൻ തരാത്ത ആളുകളോട് നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുക, അവരോടൊരു സ്പാർക്ക് തോന്നുക, ഒരു കെമിസ്ട്രി അവരിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, നമ്മളുടെ ഉള്ളിൽ ബിലീവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അവരെ കൊണ്ട് നമ്മൾ അവരെ സ്നേഹിച്ച് അവരെ കൊണ്ട് നമ്മളെ തിരിച്ച് അതുപോലെ സ്നേഹിപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇവരിലേക്ക് നമ്മൾ എഫേർട്ട് ഇട്ട് ഇവരെ നമ്മൾ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കും എന്നുള്ളൊരു സംഭവം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇവരോട് കൂടിയുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ആ മനുഷ്യൻ ശരിയാവാം, ചിലപ്പോൾ ആ മനുഷ്യൻ ശരിയാവാതിരിക്കാം, പക്ഷെ ഇതിൽ പെട്ടുപോകുന്നത് നിങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോവാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഈ റിലേഷൻഷിപ്പിലുള്ളപ്പം നമുക്ക് കിട്ടുന്ന റിജക്ഷൻസ് ഒക്കെ നമ്മുടെ ഇന്നർ ചൈൽഡിനെ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഈ ഓപ്പോസിറ്റുള്ള നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ഹീൽ ചെയ്യാൻ, നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു ലൂപ്പ് പോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ ഇതിൻ്റെ ഒരു സാഡ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലൂപ്പിലാണെന്നും നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല.
നമ്മൾ എപ്പോഴാണോ അത് മനസ്സിലാക്കുന്നത്, അതിനെപ്പറ്റി എപ്പോഴാണോ നമുക്കൊരു ധാരണ വരുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാനായിട്ട് പറ്റും. ചില ആളുകൾക്ക് ഒരു 1 ഇയർ 2 ഇയർ എടുത്താലാണ് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാവുക. അതുവരെ നമ്മൾ ഇതാണ് ലവ്, ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് തെറ്റിദ്ധരിച്ച് അതിൽ കടിച്ചു പിടിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവും. ചില ആളുകൾക്ക് 2, 3 അല്ല 5, 6, 7 വർഷം കഴിഞ്ഞാലും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കും അവർ ആ റിലേഷൻഷിപ്പിനോട് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കണക്ഷൻ ഒരിക്കലും ഒരു ഹെൽത്തി കണക്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല, ആയിക്കൂടായികയുമില്ല. എന്നാലും ഇപ്പൊ നമുക്ക് ഒരാളെടുത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ആളോട് സംസാരിച്ചു, അല്ലെങ്കിൽ ആളെ ജസ്റ്റ് ഒന്ന് കണ്ടു, അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇടപഴകി, അപ്പൊ തോന്നുന്ന ഒരു സ്പാർക്ക്, ആ ഒരു കണക്ഷൻ ഹെൽത്തി കണക്ഷൻ ആണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് ഗ്രാജുവലി ആണ്. നമ്മൾ ഒരാളെ കുറിച്ച് പഠിച്ച്, ഒരാളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി, അയാൾ നമുക്ക് പറ്റുന്ന ആളാണോ, നമുക്ക് സെറ്റ് ആവുന്ന ഒരു റിലേഷൻ ആണോ ഇത് എന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് ആ 2 പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോണ്ടും കണക്ഷനും ഒക്കെ ഉണ്ടാവുന്നത്. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 3 ദിവസം കൊണ്ട് തോന്നുന്ന ഒരു കണക്ഷനെ നമുക്ക് ഒരിക്കലും ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ടും പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ടോക്സിക് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ട് പോലും ആളെടുത്ത് എന്തുകൊണ്ടാണ് ഒരു സ്പാർക്ക് തോന്നുന്നതെന്നാണ്. നമുക്ക് നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണങ്ങാത്ത കുറേ മുറിവുകൾ ഉണ്ടായിരിക്കും, കുറേ വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഒരു റിലേഷൻഷിപ്പിന്റെ, അതിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ആരും ആരുടെയും യഥാർത്ഥ സ്വഭാവം കാണിക്കില്ല. അവർ കുറച്ച് പോളിഷ്ഡ് ആയിട്ടാണ് നമ്മളെടുത്ത് പെരുമാറുക. അപ്പൊ ആ സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ആ ഒരു കാണിക്കുന്ന സ്നേഹം ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് കിട്ടുമെന്ന് വിചാരിക്കുകയും ചെയ്തിട്ടാണ് നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് നമുക്ക് അവരോട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് സ്പാർക്ക് തോന്നിയല്ലോ, അപ്പോൾ ഇയാളാണ് നമ്മളുടെ ലൈഫ് ലോങ് ഉണ്ടാവേണ്ട ആളെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വീണ്ടും പോകുന്ന ആളുകൾ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടാവുമ്പോൾ അതിൽ അട്രാക്റ്റഡ് ആവുന്ന ആളുകളായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എടുക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടാവും, അതിനുശേഷം കുറച്ച് സന്തോഷം കിട്ടും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിന് കാരണം ഡോപ്പമിൻ പ്ലസ് കോർട്ടിസോൾ ആണ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലഷർ തരുന്ന ഒരു ഹോർമോണും കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോണും ആണ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഹൈലി അതിൽ അഡിക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല അഡിക്ഷൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഈ ഒരു ഹോർമോൺസ് ഇടയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടു പോകുന്ന ആളുകൾ വളരെയധികം ലോൺലിനെസ്സിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും. അവർ ഈ പാർട്ട്ണർ നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന ആളുകളായിരിക്കും. അത് മാത്രമല്ല അവര് പെയിനിനെ കംഫർട്ടബിൾ ആക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് തോന്നും, എങ്ങനെ പെയിനിനെ ഒരാൾക്ക് കംഫർട്ടബിൾ ആക്കാൻ പറ്റാന്ന്. അതായത് നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു പെയിനിലൂടെ കടന്നുപോയി അതിൽ ഒരു സുഖം കണ്ടുപിടിക്കുന്ന കൈൻഡ് ഓഫ് ആളുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക് ദ സൈക്കിൾ. എങ്ങനെയാണ് ഈ ഒരു സൈക്കിളിനെ അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് കഴിഞ്ഞു, വീണ്ടും നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും പോകുന്നു. അങ്ങനെ നമുക്ക് എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സൈക്കിളിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരാൻ പറ്റുമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, നോട്ടീസ് ദ പാറ്റേൺ. നിങ്ങളുടെ പാസ്റ്റിലുള്ള കുറച്ച് റിലേഷൻഷിപ്പ് എടുത്തു നോക്കാം. മേ ബി 1 2 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് എടുത്തു നോക്കാം. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും, ഇത് നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തതാണോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആവാതെ നമ്മൾ അടുത്ത ആളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിലേക്ക് നമ്മൾ പോവരുത്.
അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടി വരിക, അതായത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ഒരാൾ, അത് ആരായാലും നമുക്ക് പ്രശ്നമില്ല, ഏത് കൈൻഡ് ഓഫ് സ്വഭാവമുള്ള ആളാണെങ്കിലും പ്രശ്നമല്ല, നമുക്ക് നമ്മളെ കേൾക്കാൻ ഒരു ആള്, നമുക്കൊരു സപ്പോർട്ട്, നമ്മളെ സമാധാനിപ്പിക്കാൻ ഒരാൾ, ഇത് മാത്രമായിരിക്കും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സങ്കടങ്ങളൊക്കെ മാറി നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ലാത്ത ഒരാളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ലൈഫാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേൾക്കാൻ ഒരാൾ എന്നുള്ള ഒരു ഫാക്ട് വെച്ച് മാത്രം നമ്മൾ ഒരാളെ ചൂസ് ചെയ്യാൻ പാടില്ല. അത് അയാളോടും ചെയ്യുന്ന തെറ്റാണ്, നമ്മളോടും ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയ ശേഷം മാത്രം അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. ഇനി എപ്പോഴാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മളുടെ എക്സ് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നമ്മുടെ പാർട്ട്ണർ, ആളിനോട് ദേഷ്യവുമല്ല സ്നേഹവുമില്ല, ഇത് രണ്ടും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ അയാളിൽ നിന്നും കംപ്ലീറ്റ് ആയി മൂവ് ഓൺ ആയി എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് അയാളുടെ കല്യാണം നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ അയാൾ വേറൊരു ഗേളുമായിട്ട് ഡേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ വേറൊരു റിലേഷൻഷിപ്പിലായി എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയുമ്പോൾ അയാളോട് നമുക്ക് ദേഷ്യവും തോന്നുന്നില്ല, അവർ വേറൊരു റിലേഷൻഷിപ്പിലായതിന് നമുക്ക് സന്തോഷവും തോന്നുന്നില്ല, സങ്കടവും തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. നമ്മൾ ന്യൂട്രൽ ആയി നിൽക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളോടുള്ള ഫീലിങ്സ് എല്ലാം നമ്മളത് പോയി, നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയി എന്നുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമുക്ക് എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കൊരു റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യേണ്ടത്? പ്രൊട്ടക്ഷൻ ആണോ, സേഫ്റ്റി ആണോ, പീസ് ആണോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സപ്പോർട്ടാണോ, എന്താണ് നമുക്ക് അതിൽ നിന്നും വേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. കോൺഷ്യസ്ലി വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. എപ്പോഴാണ് നമ്മൾ കോൺഷ്യസ് ആവുക? നമുക്ക് പാസ്റ്റിലുള്ള നമ്മളെ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ട് നമ്മൾ നോർമൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കേസ് അല്ല, ഇപ്പൊ നമുക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പ്രഷറോ കാര്യങ്ങളോ ഉണ്ട്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിന് ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല. നമ്മൾ നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ നോർമലായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് തന്നെ വേണം. അതിനുശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.